കാസർഗോഡ് ഉപ്പള ദേശീയപാതയിലെ വാഹനാപകടത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. വാരം സ്വദേശിനി ഷാഹിനയാണ് ആംബുലൻസ് അപകടത്തിൽ മരിച്ചത്. സരീഷ് പി കെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? വൈകിട്ട് 7 മണിയോടെയാണ് ദേശീയപാതയിൽ അപകടം ഉണ്ടായത്. ഈ കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ രോഗിയെ കൊണ്ടുപോകുന്നതിനിടെ ഈ ശക്തമായ മഴ ഉണ്ടാവുകയും ഈ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു. ആ വെള്ളക്കെട്ടിൽ ആംബുലൻസ് വേഗത, അതായത് ദേശീയപാതയിൽ അതിവേഗത്തിലായിരുന്നു ആംബുലൻസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ വെള്ളക്കെട്ടെത്തിയതോടെ ആംബുലൻസിന്റെ വേഗത കുറയ്ക്കുകയും തൊട്ടു പിന്നാലെ വന്ന വാഹനങ്ങൾ, ഈ ട്രാവലറും ഒപ്പം തന്നെ ട്രക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ആംബുലൻസിലേക്ക് ഇടിക്കുകയും ആംബുലൻസ് ഈ ഇടിയുടെ ആഘാതത്തിൽ മറിയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഈ ഷാഹിന മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളായ ഈ ആംബുലൻസിനുള്ളിൽ മകൾ റിയ ഫാത്തിമ, ഒപ്പം തന്നെ മറ്റ് ബന്ധുക്കൾ, ഷാഹിനയുടെ മകൾ സഹോദരി ഷാജിനയുടെ അനന്തരവൻ ആലിസ്, ആംബുലൻസ് ഡ്രൈവർ അക്രം എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ മംഗലാപുരത്തെ മെഡിക്കൽ കോളേജിൽ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് 4 വാഹനങ്ങൾ കൂടി അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 കാറുകളും അതോടൊപ്പം തന്നെ ഒരു ടെമ്പോ ട്രാവലറും ഒരു ടിപ്പറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർക്കെല്ലാം തന്നെ നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ഇവരെ ഉപ്പളയിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വിട്ടയക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ അമിത വേഗവും ഒപ്പം തന്നെ ഈ മഴയിലുണ്ടായ വെള്ളക്കെട്ടുമാണ് ഈ അപകടത്തിൽ കാരണമായത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ശരി സരീഷ്, കാസർഗോഡ് ഉപ്പള ദേശീയപാതയിലെ വാഹനാപകടത്തിലാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. വാരം സ്വദേശിനി ഷാഹിനയാണ് ആംബുലൻസ് അപകടത്തിൽ മരിച്ചത്.